ഈ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ വീഡിയോയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ പറയുന്നത് കഴിഞ്ഞ 9 മാസമായിട്ട് നല്ലവണ്ണം പെർഫോം ചെയ്യുന്ന ഏതാനും സ്റ്റോക്കുകൾ, സ്മോൾ ക്യാപ്സ്, അതിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് എന്തായിരിക്കാം, ആ റിസൾട്ടിലൊക്കെ ഈ വരുന്ന ആഴ്ചകളിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ റിസൾട്ട് ആ Q4 റിസൾട്ട് ബെസ്റ്റ് ആയിരുന്നോ, ആനുവൽ റിസൾട്ടിനെ എന്തുമാത്രം വ്യത്യാസത്തിലാണ് അത് ക്രോസ് ഓവർ ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ശരിക്കും ഇതൊക്കെ പ്രതീക്ഷകൾ മാത്രമാണ്, ഇതൊക്കെ കൺഫർമേഷൻസേ അല്ല. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ പ്രതീക്ഷകൾ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. കാര്യം എല്ലാ നല്ല റിസൾട്ട് തരുന്ന സ്റ്റോക്കൊന്നും കയറി പോകത്തൊന്നുമില്ല, എല്ലാ മോശം റിസൾട്ട് തരുന്ന സ്റ്റോക്ക് താഴെ പോകത്തുമില്ല. നല്ല റിസൾട്ട് തന്നാൽ പോലും നല്ല ഡ്രോ ഡൗൺ വരാനുള്ള സാധ്യതകൾ എപ്പോഴും സ്മോൾ ക്യാപ്പിലുണ്ട്. ശരിക്കും നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 9 മാസ പെർഫോമൻസിൽ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ, ഇതിനകത്ത് കാണിക്കുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെ 2022 ഹോൾ ഇയർ പെർഫോമൻസിനെ ക്രോസ് ചെയ്ത സ്റ്റോക്കുകളാണ്. ശരിക്കും അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷകൾ. ശരിക്കും അതുകൊണ്ട് മാത്രം കാര്യമില്ല. Q4 റിസൾട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയാൻ മേല. നമുക്ക് പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് കണ്ണോടിക്കാം. സ്റ്റോക്കിലൊക്കെ ഈ വീഡിയോ കുറച്ച് വ്യത്യസ്തമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ആഴ്ചകളിൽ അടുത്ത 15 ഡേയ്സിനുള്ളിൽ റിസൾട്ട് വരാൻ സാധ്യതയുള്ള എന്നാൽ കഴിഞ്ഞ 9 മാസം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഏതാനും സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചറിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് നല്ല റിസൾട്ട് വന്നുകൊണ്ട് കയറണമെന്നില്ല, അതുപോലെ മോശം റിസൾട്ട് ആയതുകൊണ്ട് സ്റ്റോക്ക് താഴെ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ വീഡിയോ കാണുക, സ്റ്റോക്കുകൾ മനസ്സിലാക്കുക, ഇതെങ്ങനെ ഈ സ്റ്റോക്കുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അത് ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് നമ്മൾ മാറ്റുക. ശരിക്കും അടുത്ത പോയിന്റ്, ജൂൺ മന്തിൽ തുടങ്ങാൻ പോകുന്ന വലിയൊരു ക്ലാസ്സിൻ്റെ എൻക്വയറി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ prosip23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ അടുത്ത സൂം മീറ്റ് 13th May 9 PM ആണ്. ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് കമ്പനി ഡേറ്റാ പാറ്റേൺസ് ആണ്. ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ഡേറ്റാ പാറ്റേൺസ്. അതിൻ്റെ പെർഫോമൻസിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇത് കഴിഞ്ഞ നമ്മുടെ മുമ്പിലുള്ള പേജ് ശരിക്കും ക്വാർട്ടർ റിസൾട്ടാണ്. സോ ജൂണിൽ 21 കോടി, 30 കോടി, ഡിസംബറിൽ 47 കോടി. ഇനി മാർച്ചിലെ പെർഫോമൻസ് കഴിഞ്ഞ കൊല്ലം 87 കോടിയായിരുന്നു. അത് എന്തുമാത്രം വ്യത്യാസം വരുമെന്ന് നമുക്കറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഡേറ്റാ പാറ്റേൺസിന്റെ P&L അക്കൗണ്ടാണ്. നിങ്ങൾ ഇതിൻ്റെ P&L അക്കൗണ്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 2022 141 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹോൾ ഇയറിലെ. അത് 9 മാസം കൊണ്ട് 186 കോടി ആയി കഴിഞ്ഞു ശരിക്കും. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 94 കോടിയിൽ നിന്നും 130 കോടി ആയി കഴിഞ്ഞു ശരിക്കും. അതാണ് വലിയൊരു ഫാക്ടർ ശരിക്കും. അടുത്തത് ഓട്ടോമോട്ടീവ് ആക്സിൽസ് ആണ്. ശരിക്കും കല്യാണി ഗ്രൂപ്പും മെറിറ്റോറും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. ശരിക്കും പ്രൊവൈഡിങ് എൻഹാൻസ് മൊബിലിറ്റി ഇൻ ഡ്രൈവ് ആക്സിൽസ് ആണ്. വലിയ കമ്പനികളുടെ ആക്സിൽസ് ആണ് അവർ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സിൽസ് ഉണ്ട്. ഹോൾ ഇൻഡസ്ട്രിയിലെ കമ്പനിക്ക് കാറ്റർ ചെയ്യുന്ന ആക്സിൽസ് ആണ് അവർ ഉണ്ടാക്കുന്നത് ശരിക്കും. സോ പെർഫോമൻസ് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ മാർച്ചിൽ 62 കോടി എന്നുള്ളത് എന്തുമാത്രം ആകും എന്നുള്ളത് നമുക്കറിയില്ല. ഓൾറെഡി ഡിസംബറിൽ 78 crores ആയി കഴിഞ്ഞു പെർഫോമൻസിൽ ശരിക്കും. P&L അക്കൗണ്ട് നോക്ക്. കഴിഞ്ഞ കൊല്ലത്തെ P&L അക്കൗണ്ട് 135 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒരു കൊല്ലത്തെ. ഇക്കൊല്ലത്തെ 9 മാസത്തെ 242 ആയി കഴിഞ്ഞു. റിസൾട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ ശരിക്കും. OPM മാർജിൻ 9 to 11% ആയി കഴിഞ്ഞു ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് 74 കോടി എന്നുള്ളത് 150 കോടി ആയി കഴിഞ്ഞു ശരിക്കും. EPS 49 രൂപ എന്നുള്ളത് ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു, 99-30 ആയി കഴിഞ്ഞു. ഇനി അടുത്ത റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ആകാംക്ഷയുണ്ട് ശരിക്കും. അടുത്തത് അനൂപ് എഞ്ചിനീയറിംഗ് ആണ്. ലാൽബായ് ഗ്രൂപ്പിന്റെ കമ്പനിയാണ് ശരിക്കും. ക്വാർട്ടർ റിസൾട്ട് നോക്കാം. പെർഫോമൻസ് 20 കോടി, 23 കോടി. കഴിഞ്ഞ ഡിസംബറിൽ 11 ആയിരുന്നു, അതാണ് 23 ആയത്. മാർച്ചിൽ 24 കോടി എന്നില്ല. എന്തുമാത്രം ആകുമെന്ന് നമുക്കറിയില്ല. വി വെയിറ്റ് ഫോർ ദി റിസൾട്ട് ആക്ച്വലി. പക്ഷേ ഇവിടെ നോക്കാം, P&L അക്കൗണ്ട് നോക്ക്. കഴിഞ്ഞ ഹോൾ ഇയറിൽ 2022 71 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് 9 മാസം കൊണ്ട് 76 കോടി ആയി കഴിഞ്ഞു ശരിക്കും. ആ നെറ്റ് പ്രോഫിറ്റ് 61 കോടിയിൽ നിന്ന് 67 കോടി ആയി കഴിഞ്ഞു ശരിക്കും. സോ അതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. ഇത് എന്തുമാത്രം ഇതിൻ്റെ അകത്തൊന്ന് വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കും റിസൾട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അത് ടെക്നോക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്, TIIL എന്ന് പറയും. സീ ദ പെർഫോമൻസ്. കഴിഞ്ഞ ഡിസംബറിൽ 111 കോടിയാണ്. അതാണ് 100 crores ആയിരുന്നത് 2022 നിന്നും 10% വ്യത്യാസം വന്നേ. സി ഓപ്പറേറ്റിംഗ് മാർജിൻ എക്സ്പാൻഷൻ 20% നിന്നും 23% ആയി കഴിഞ്ഞു ശരിക്കും. അത് നമ്മൾ P&L അക്കൗണ്ട് എടുക്കാൻ നേരത്ത്
392 crores ആണ് 2022 അത് 421 കോടി ആയി കഴിഞ്ഞു. ശരിക്കും ബെസ്റ്റ് ഇൻ ദി ക്ലാസ് ആണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ ബെസ്റ്റ് ഇൻ ദി ക്ലാസ് അല്ലെ. 2011 മുതൽ 2022 വരെയുള്ള 10-11 ഇയേഴ്സിലെ ബെസ്റ്റ് ഇൻ ദി ക്ലാസ് ആണ് ശരിക്കും. ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് നെറ്റ് പ്രോഫിറ്റ് 274 കോടിയിൽ നിന്ന് 300 കോടി, ബെസ്റ്റ് ഇൻ ദി ക്ലാസ്. അവരെ സംബന്ധിച്ച് ബെസ്റ്റ് ആണ് റിസൾട്ട്. ഇനി ഈ റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. റെയ്മണ്ട് ആൻഡ് പിയാനൽ അക്കൗണ്ടാണ് 2022 705 എന്നുള്ളത് 9 മാസം കൊണ്ട് 1142 ആയി കഴിഞ്ഞു ശരിക്കും. OPM എക്സ്പാൻഷൻ 11% 14% ആയി കഴിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 265 നിന്നും 605 കോടി ആയി കഴിഞ്ഞു ശരിക്കും. EPS 39 നിന്നും 89 ആയി കഴിഞ്ഞു ശരിക്കും. സീ ദി പെർഫോമൻസ്. കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ 11 ഇയേഴ്സിലെ ഡേറ്റ ഉള്ളൂ ശരിക്കും. അതിൻ്റെ അകത്ത് ഇതാണ് ബെസ്റ്റ് ഡേറ്റ എന്നുള്ള സംഗതി. JK പേപ്പറിന്റെ ക്വാർട്ടർ റിസൾട്ട് തന്നെ നോക്കൂ. കഴിഞ്ഞ എത്ര ക്വാർട്ടറായിട്ട് കണ്ടിന്യൂസ് പെർഫോം ചെയ്യുന്ന കമ്പനിയാണ്. 220, 251, 336, 423, 539, 565 എത്ര ക്വാർട്ടറായിട്ടാണ് കമ്പനി പെർഫോം ചെയ്യുന്നത് നോക്കൂ. അതിന്റെ പിയാനിലൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. 997 നിന്നും ഡബിൾ ചെയ്തു. 9 മാസം പെർഫോമൻസ് ഡബിൾ ചെയ്തു. 1864 ആയി കഴിഞ്ഞു. OPM 25 to 31% ആയി കഴിഞ്ഞു ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് 544 നിന്നും 1095 ആയി കഴിഞ്ഞു സോ ഫാർ. ആൻഡ് EPS 32 നിന്ന് 64 രൂപ ആയി കഴിഞ്ഞു ശരിക്കും. 2021 EPS 15 രൂപയാണെന്ന് ഓർത്തോണം. അതിൻ്റെ 4 ടൈംസ് ആയി കഴിഞ്ഞു 9 മാസം കൊണ്ട്. 2021 14 രൂപ, കഴിഞ്ഞ കൊല്ലം 32 രൂപ, ഇക്കൊല്ലം ഓൾറെഡി 64 ആയി കഴിഞ്ഞു. അടുത്തത് PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്നുള്ള കമ്പനിയാണ്. കമ്പനിയുടെ ക്വാർട്ടർലി പെർഫോമൻസ് ആണ് 19 കോടി നില 36 കോടി ആയി കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ 17 കോടി ഉണ്ടായിരുന്നുള്ളൂ. അതാണ് OPM എക്സ്പാൻഷനോട് കൂടി ഡബിളായി കഴിഞ്ഞത്. കഴിഞ്ഞ മാർച്ചിൽ 36 കോടി എന്നുള്ള ഈ മാർച്ചിൽ എത്ര പേരുള്ളൂ നമുക്കറിയില്ല. വീൽ വെയിറ്റ് ആൻഡ് സീ. ആ കമ്പനിയുടെ ശരിക്ക് പിയാനൽ അക്കൗണ്ടാണ് 75 കോടി കഴിഞ്ഞു എന്നുള്ളത് 126 കോടി ആയി കഴിഞ്ഞു ശരിക്കും. ഓൾറെഡി 126 കോടി ആയി കഴിഞ്ഞു ശരിക്കും. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 37 കോടി എന്നുള്ളത് 65 കോടി ആയി കഴിഞ്ഞു സോഫാർ. WPIയിലാണ് അടുത്ത കമ്പനി. ഓക്കെ, WPIയിലെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ ക്വാർട്ടറിലെ പെർഫോമൻസ് സ്റ്റെല്ല പെർഫോമൻസ് ആണ്. കഴിഞ്ഞ ക്വാർട്ടർ മാത്രം കമ്പനി 150% പ്രൈസിൽ ഇൻക്രീസ് കൊടുത്ത കമ്പനിയാണ് ശരിക്കും. ആ കമ്പനിയുടെ ആനുവൽ പെർഫോമൻസ് ഒക്കെ 210 കോടി എന്നുള്ളത് 2022 297 crores ആയി കഴിഞ്ഞു. ഓൾറെഡി സംതിങ് അറൌണ്ട് 50% ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി. ആൻഡ് EPS നോക്കാം 99 പോയിസ് ക്ലോസ് ടു 100 രൂപ എന്നുള്ളത് 107 രൂപ ആയി കഴിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 118 201 ആയി കഴിഞ്ഞു ശരിക്കും. അടുത്ത ജിൻഡാൽ സ്വായ് ആണ്. ജിൻഡാൽ സ്വായ് കഴിഞ്ഞ ക്വാർട്ടറിൽ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ മാത്രം ഹ്യൂജ് പ്രൈസ് എസ്കലേഷൻ കൊടുത്തൊരു കമ്പനിയാണ് ശരിക്കും. ആ കമ്പനിയുടെ TTM നോക്കാൻ നേരത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1399 നിന്നും 1565 ആയി കഴിഞ്ഞു. 9 മാസം പെർഫോമൻസ്. OPM സ്ലൈറ്റ്ലി വീക്കാണ് ശരിക്കും. പക്ഷേ ഇൻട്രസ്റ്റ് കൊടുത്തത് കുറച്ച് ഭയങ്കരമായിട്ട് കൂടി ശരിക്കും. 460 കോടിയിൽ നിന്നും 596 കോടിയായിട്ട് കൂടി ശരിക്കും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് എന്താവുമെന്ന് നമുക്കറിയില്ല. നമുക്ക് റിസൾട്ടിനെ കാത്തിരുന്ന് നമുക്ക് കാണാം. ലാസ്റ്റ് കമ്പനി വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ് ആണ്. വൺ ഓഫ് ദി അനദർ പെർഫോമിംഗ് കമ്പനി. സെപ്റ്റംബറിൽ 46, ഡിസംബറിൽ 55, കഴിഞ്ഞ ഡിസംബറിൽ 34 അതാണ് 55 ആയത്. കഴിഞ്ഞ മാർച്ചിൽ 67 കോടി എന്നുള്ള എത്ര വരും എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ സാധിക്കും. കമ്പനിയുടെ പിയാനൽ അക്കൗണ്ട് നോക്ക്. മാർച്ചിൽ 139 കോടി എന്നുള്ളത് 205 കോടി ആയി കഴിഞ്ഞു. OPM എക്സ്പാൻഷൻ 12 15%. ആൻഡ് ടോട്ടൽ നോക്കാൻ നേരത്തെ നെറ്റ് പ്രോഫിറ്റ് 133 കോടിയിൽ നിന്നും 175 കോടി ആയി കഴിഞ്ഞു ശരിക്കും. 131 rupees എന്നുള്ള EPS 173 ആയി കഴിഞ്ഞു സോഫാർ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയാണ് ഈ കമ്പനിയുടെ റിസൾട്ട് വരുന്നതിനെ കുറിച്ച് നമുക്ക് മുൻവിധികളില്ല. കാത്തിരുന്ന് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടുപോകണം ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഈ സ്റ്റോക്കുകളൊക്കെ എങ്ങനെ റിസൾട്ട് വരുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് നമുക്ക് എൻ്റെ ഫലം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കാനേ സാധിക്കത്തുള്ളൂ ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കും.